ഫ്രണ്ട്സ്, വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ബജ്ജി ഉണ്ടാക്കാമേ. അതിനുവേണ്ടി ഞാനൊരു പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതും പിന്നെ നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. അതിനു വേണ്ടി 1 കപ്പ് കടലമാവ് ഫുള്ള് എടുക്കണം, ആ 1 കപ്പിൽ. പിന്നെ ഈ കപ്പിൽ തന്നെ 1/4 കപ്പിൽ ഇച്ചിരി കൂടുതൽ അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1/4 ടീസ്പൂണ്. പിന്നെ ഒരു സോഡാപ്പൊടി 1/4 ടീസ്പൂണ്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും. പിന്നെ നല്ല മുളക് പൊടി 1/4 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി 1/4 ടീസ്പൂൺ, ഒരിച്ചിരി 1/4 ടീസ്പൂൺ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സാധാ വെള്ളം എടുത്തിട്ട് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കല്ലേ, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും കുറച്ച് പിന്നെ നോക്കി വേണം വെള്ളം ഒഴിക്കാൻ. ഒരു ഇച്ചിരിയൊക്കെ കൊടുത്ത് ഈ ഒരു പരുവാകുമ്പം നിർത്തണം. എന്നിട്ട് നമുക്ക് അത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. പിന്നെ വേണ്ടത് ഞാൻ പൊടികളെടുത്ത ആ കപ്പിൽ തന്നെ 2 കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 1 കായ ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. അത് ഈ ഒരു പരുവത്തിൽ മുറിച്ചതും പിന്നെ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി വെച്ചതും. ഇപ്പോൾ കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ നല്ല ആ ഒരു പരുവത്തിലാകും. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്തിട്ട് എണ്ണ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിൽ മുക്കി നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിൽ തന്നെ എനിക്ക് ചെറിയ കായ എടുത്തുകൊണ്ടാണ് ഒറ്റ ടൈമിൽ തന്നെ 3 കഷ്ണം വാഴക്കായുടെ കഷ്ണം നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അത് 3 ബാറ്ററി മുക്കി ഞാൻ എണ്ണയിലിട്ടു. എന്നിട്ട് ഒരു സൈഡ് 1/4 മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം തിരിച്ചിട്ട് രണ്ടാമത്തെ സൈഡ് മൊരിച്ചെടുക്കാൻ. എന്നിട്ടൊരു 2 സൈഡും മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് കൂടെ എണ്ണയിൽ കടത്തി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. അപ്പോൾ അകത്ത് വാഴക്കായും നന്നായിട്ട് വെന്തിരിക്കും. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. എന്നാലേ അത് ആ ഒരു അകത്തെ ആ കായും വേവത്തുള്ളൂ. പിന്നെ നമ്മുടെ ആ ബാറ്ററും അതിൻ്റെ കോട്ടിങ്ങൊക്കെ നന്നായിട്ട് ക്രിസ്പി ആകത്തുള്ളേ. എന്നിട്ട് നമ്മൾ അടുത്ത ബാക്കിയുള്ള കായും കൂടെ ഇതുപോലെ ബാറ്ററി മുക്കി ആ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മൊരിച്ച് 2 സൈഡും മൊരിച്ച് എടുക്കണം. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും എടുത്ത് മാറ്റി നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റണം. നല്ല ഒരുപാട് മൊരിക്കേണ്ട. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും മറ്റൊരു റെഡിഷ് ഓറഞ്ച് കളറാണ്. അത് കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. റെഡിഷ് ഓറഞ്ച് കളറ് നല്ല ഒരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.